പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ. ജൂണിൽ നമ്മൾ സ്കൂൾ സ്റ്റാർട്ടിങ് ആരംഭം കുറിക്കൂലേ. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ 17 ദിവസങ്ങളോളം ഉണ്ട് സ്കൂൾ തുറക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ മഴയും പിന്നെ മഴയിലോട്ടുള്ള സ്കൂൾ പോക്കും നല്ല രസമാവില്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്കൂളിലത്തെ ബുക്സ് ഗ്രേഡത്തെ ബുക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊതിയലാണ് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊതിൻ്റെ. അപ്പോൾ ഇത് ഒരു സിമ്പിളാണ്. ഇതിങ്ങനെ അതിൻ്റെ ഈ പശൻ്റെ ഈ കടലാസ് ഉണ്ടല്ലോ, ഇത് ചീന്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ പൊതിയിട്ട് അത്ര പരിപാടിയുള്ളൂ. ബുക്സൊക്കെ പെട്ടെന്ന് ചടപട പൊതിഞ്ഞ് കഴിയും. നമ്മൾ സ്റ്റാപ്ലറോ അതുപോലെ പിന്നോ ഒന്നിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ടൈം മതി. 10 മിനിറ്റിൻ്റെ ടൈം മതി കേട്ടോ ഗൈസ്. ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബുക്സും അതിൻ്റെ ഉള്ളിൽ കവറാവും. 20 മിനിറ്റുള്ളടത്ത് 10 മിനിറ്റിൻ്റെ ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊതി ഏറ്റവും യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പൊതിഞ്ഞിട്ട് ഒരുപാട് ബുക്സുകൾ ചെറിയ നോട്ട്സിനുള്ള അതിൻ്റെ സൈസിലുള്ള പൊതികളുണ്ട്. വലിയ ബുക്സിന് മീഡിയം ബുക്സിനൊക്കെ അതിൻ്റെ സൈസിലുള്ള പൊതികൾ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അതിന് കറക്റ്റ് പക്കാ സൈസ് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞ് കുറച്ചൊരു 10 മിനിറ്റ് ടൈം എടുത്തിട്ടുള്ളൂ. നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കറക്റ്റ് മെയിൻ്റെനൻസ് കീപ്പ് ചെയ്യണമെന്നുള്ളൂ. കറക്റ്റ് ആ ഒരു ഫിറ്റിങ് വൃത്തിക്ക് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുള്ളൂ. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മറ്റേ പൊതിനോട് സജസ്റ്റ് ചെയ്യുക ഈ പൊതിയാണ്. നല്ല വൃത്തിക്ക് ഒട്ടിക്കാനും സുഖമാണ്. പിന്നെ കുട്ടികൾ ഒരു പണി തമ്മിൽ എടുക്കൂല. കാരണം ഇതിപ്പോൾ പശ വന്നിട്ടുള്ള പൊതി ആയതുകൊണ്ട് ഒരു പണി അവർക്ക് തമ്മിൽ എടുക്കാനും കഴിയൂല കേട്ടോ. ഇങ്ങനത്തെ മറ്റേ പൊതികളൊക്കെ ഉണ്ട്, ഫാൻസി ടൈപ്പ് പൊതികളൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ കഴിച്ചിട്ട് അവരെ കൊണ്ട് കഴിയണ പല പണികളും അത് അവരതുമ്പോൾ എടുക്കാൻ പോകും. പക്ഷേ ഈ ഒരു പൊതി ആകുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ പൊതികളൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഒരു 4-5 ടെക്സ്റ്റോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ കോപ്പി നോട്ട്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലൊരു ഇനിയിപ്പോൾ ഡയറി കിട്ടാണ്ട്, മദ്രസിൻ്റെ ഡയറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഡയറി കിട്ടാണ്ട്. അത് സ്കൂൾ ഓപ്പണിങ് തുടങ്ങിയ 2 ദിവസത്തിൻ്റെ ഉള്ളിലാട്ടോ കിട്ടുക എന്തായാലും. പിന്നെ അറബീൻ്റെ ബുക്സൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബർഗർ ഇവിടെ ഫേമസ് ആയ ബർഗർ കേട്ടോ. ഇത് മിനി ബർഗറാണ്. വലിയ ബർഗറല്ല കേട്ടോ. അപ്പോൾ മിനി ബർഗർ നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ വെറും 60-80 രൂപ. മാക്സിമം എനിക്ക് തോന്നുന്നു 80 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബർഗർ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ചീസും ഉണ്ട്, ബ്രോസ്റ്റി ചിക്കനുമാണ്, പിന്നെ ചീസുണ്ട്, ക്യാബേജ് ഉണ്ട്, മയണൈസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തക്കാളി സോസും കൂടെ വെച്ച് ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ചെറിയ മിനി ബർഗർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ബർഗർ വേണമെന്നുള്ള അത്രയ്ക്ക് അറ്റാച്ച്ഡായി പൂതിയുള്ള ടൈമിലൊക്കെ നമ്മൾ നേരെ 60 രൂപയ്ക്ക് എന്തായാലും പുറത്തല്ല. 60 രൂപയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ബർഗർ വാങ്ങല്ലോ. 90-80 അതുപോലെ തന്നെ 100 സംതിങ് ഒക്കെ കൊടുത്ത് വാങ്ങുന്നതിന് പകരം